അപ്പോൾ നമ്മൾ എ സി ത്രൂ റെസിസ്റ്റൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എ സി ത്രൂ ഇൻഡക്റ്റൻസ് ആണ്. എ സി ത്രൂ ഇൻഡക്റ്റൻസ്. അപ്പോൾ ഇൻഡക്റ്റൻസ് എന്താണെന്ന് നമുക്ക് ഫെമിലിയർ അല്ലെങ്കിൽ, ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇൻഡക്റ്റൻസ്. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കോയിലാണ്. ദിസ് ഇസ് എ കോയിൽ. ദിസ് ഇസ് ദ സിമ്പൽ ഓഫ് എ കോയിൽ. ദ പ്രോപ്പർട്ടി ഓഫ് ദിസ് കോയിൽ or property of this inductor is called inductance. ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ കേസിൽ റെസിസ്റ്ററിലൂടെയാണ് ഒരു കറണ്ട് പോകുന്നതെങ്കിൽ ആ റെസിസ്റ്റർ ആ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. പക്ഷേ ഇൻഡക്ടറിൻ്റെ കേസിൽ ഇൻഡക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടർ ആ കറണ്ടിനെ ഒപ്പോസ് ചെയ്യില്ല, ആ കറണ്ടിനെ അതിലൂടെ ഫ്ലോ ചെയ്യാൻ അലൗ ചെയ്യും. പക്ഷേ ആ ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കറണ്ടിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണെങ്കിൽ, അതായത് കറണ്ട് കൂടുകയോ കറണ്ട് കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ഇൻഡക്ടർ ആ കറണ്ടിൻ്റെ ചേഞ്ചിനെയാണ് ഒപ്പോസ് ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ അനുവദിക്കില്ല. അതാണ് ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടി. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റൻസ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ആൽഫബറ്റ് ക്യാപിറ്റൽ ലെറ്റർ എൽ ആണ്. ക്യാപിറ്റൽ ലെറ്റർ എൽ റെപ്രസെൻറ്റ്സ് ദ ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ. അപ്പോൾ ഈ ഒരു ഇൻഡക്ടറിലൂടെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വോൾട്ടേജിൻ്റെ ഇക്വേഷൻ, കറണ്ടിൻ്റെ ഇക്വേഷൻ, എന്തായിരിക്കും പവർ, അതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് സോഴ്സ്. ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഇത് നമ്മൾ റെസിസ്റ്ററിൻ്റെ കേസിലും പഠിച്ചതാണ്. വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അപ്പോൾ ഇങ്ങനെ ഒരു വോൾട്ടേജ് സോഴ്സ് നമ്മളിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ എന്തുണ്ടാവും, ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടാണ് ഐ. അപ്പോൾ ഈ ഇൻഡക്ടറിലൂടെ ആ കറണ്ട് ഫ്ലോ ചെയ്ത് ഇതിലൂടെ എങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഇതാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്ത്. അപ്പോൾ ഈ ഇൻഡക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്ത, ഇൻഡക്ടർ എന്ന് പറഞ്ഞൊരു കോയിലാണ്, കോയിലിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ ആ കോയിലൊരു വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജിനെ നമുക്ക് വേണമെങ്കിൽ വി എൽ എന്ന് എഴുതാം. ആ വോൾട്ടേജിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇൻഡക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വോൾട്ടേജ്, ആ ഇൻഡക്ടറിൽ അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ്. എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ, ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. ഐ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. അതിനൊരു ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഇൻഡക്റ്റൻസ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടും. വി ഈസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി. പിന്നെ നമ്മൾ കൊടുത്ത വോൾട്ടേജ് എന്താ, വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അപ്പോൾ നമ്മൾ കൊടുത്ത വോൾട്ടേജ് തന്നെയാണ് ഈ ഇൻഡക്ടറിന് അക്രോസ് വരുന്ന വോൾട്ടേജ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 സെയിം ആയിരിക്കും. അതായത് ഇക്വേഷൻ 1 ഇസ് ഈക്വൽ ടു ഇക്വേഷൻ 2. അപ്പോൾ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്താ വരിക, വി എം സൈൻ ഒമേഗ ടി ഇസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി എന്ന് വരും. എൽ ഡി ഐ ബൈ ഡി ടി. ഇതിൽ നമ്മൾ ഡി ഐ ബൈ ഡി ടീനെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി എം സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ എൽ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതിനകത്ത് നിന്ന് ഡി ഐ എഴുതുക. ഡി ഐ ഇസ് ഈക്വൽ ടു വി എം ബൈ എൽ. വി എം കോൺസ്റ്റൻ്റ് ആണ്, എല്ലും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വാല്യൂ നമ്മൾ സെപ്പറേറ്റ് എഴുതി. വി എം ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി. ഈ ഡി ടീനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ ഡി ഐ ഇസ് ഈക്വൽ വി എം ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി എന്ന് കിട്ടി. ഇതൊരു ഡെറിവേറ്റീവ് ആണ് അല്ലേ. ഡി ഐ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്. ഐൻ്റെ ഡെറിവേറ്റീവ് ആണ് ഡി ഐ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഐ കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക, ഐൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഐ തിരിച്ച് കിട്ടണമെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ തിരിച്ച് നമ്മൾ ഇൻ്റഗ്രൽ എടുക്കണം, അപ്പോഴാണ് ഐ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഐ കിട്ടണമെങ്കിൽ ഈ ഇക്വേഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഐ എന്താ, ഐ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി എം ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും പഠിച്ചിട്ടുണ്ടാവും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി എം ബൈ എൽ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കുക, ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി എന്ന് വരും. ഇത് ഏത് ഫോമില, ഇൻ്റഗ്രൽ സൈൻ തീറ്റ എന്നുള്ള ഫോമിലാണ്. ഇൻ്റഗ്രൽ സൈൻ തീറ്റ എന്താ, ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റയാണ്. ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ. ഇൻ്റഗ്രൽ സൈൻ എ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ തീറ്റേൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൂടി ഉണ്ടെങ്കിൽ മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എ എന്നാണ് വരിക. ഇത് ഇൻ്റഗ്രേഷൻ്റെ റൂൾസാണ്.
സൈൻ തീറ്റ ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ, ഇൻ്റഗ്രൽ സൈൻ എ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ ബൈ എ. ഇൻ്റഗ്രേഷൻ്റെ റൂൾസ് ആണ്. അപ്പോൾ ഈ ഒരു റൂൾസ് ഫോളോ ചെയ്തിട്ട് നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? വി എം ബൈ എൽ ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി ആണ് ഇവിടെ, ഒമേഗ ടി. അപ്പോൾ മൈനസ് കോസ് ഒമേഗ ടി എന്ന് വരും. വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടൈം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ഏത്? ഒമേഗ. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ ഒമേഗ അങ്ങനെ വരും. മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ. അപ്പോൾ ഇതെന്താ വരിക? വി എം ബൈ ഈ ഒമേഗനെ നമുക്ക് ഈ എല്ലിൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ കൂടെ ചേർത്ത് എഴുതാം. അപ്പോൾ വി എം ബൈ ഒമേഗ എൽ മൈനസ് കോസ് ഒമേഗ ടി എന്ന് വരും. മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ മൈനസ് 90 ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ ആണ്. സൈൻ തീറ്റ മൈനസ് 90 ആണ് മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഇവിടെ മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നതിനനുസരിച്ച് ഇവിടെ ഏതാ ടേമുള്ളത്? മൈനസ് കോസ് ഒമേഗ ടി. അപ്പോൾ അതിന് നമ്മൾ സൈനിൻ്റെ ടേംസിലേക്ക് മാറ്റിയാൽ എന്ത് വരും? സൈൻ ഒമേഗ ടി മൈനസ് 90 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് വി എം ബൈ ഒമേഗ എൽ സൈൻ ഒമേഗ ടി മൈനസ് 90 എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 റേഡിയൻസ് ആണ്. റേഡിയൻസും ഡിഗ്രീസും തമ്മിലുള്ള റിലേഷൻ എപ്പോഴും ഓർത്തിരിക്കണം. 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 2 റേഡിയൻസ്. അപ്പോൾ വി എം ബൈ ഒമേഗ എൽ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് വരും. ഇതിൽ വി എം ബൈ ഒമേഗ എൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. വി എമ്മിനെ നമ്മൾ ഒമേഗ എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഈ വാല്യൂവിനെ, ഇതെന്ന് പറയുന്നത് ഏത്? ഐ ആണ്, ഐ. ഈ വാല്യൂവിനെ നമുക്ക് ഒരു മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആണിത്. മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജിനെ ഒമേഗ എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ വോൾട്ടേജിനെ ഒരു ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫാക്ടർ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ ആയിട്ട് എടുക്കാം. ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ഇത് വേണ്ട, ഈ ബ്രാക്കറ്റ് വേണ്ട. ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ഇതാണ് ഒരു ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ. ഇൻഡക്ടറിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താ? വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ? ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി എന്ന് മാത്രമല്ല ഉള്ളത്, ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്നൊരു ടേമും കൂടി ഉണ്ട്. അപ്പോൾ ഇതും കമ്പയർ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് എന്താണ്? ഈ സെക്കൻഡ് ഇക്വേഷനും ഈ കറണ്ടിൻ്റെ ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ എന്താ? വി ഇസ് ഈക്വൽ ടു വി എം മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ഇൻറ്റു സൈൻ ഒമേഗ ടി. ഐ ഇസ് ഈക്വൽ ടു ഐ എം മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് എഴുതുന്നതിനൊപ്പം ഒരു മൈനസ് പൈ ബൈ 2 കൂടി വരുന്നുണ്ട്. അതിനർത്ഥം വോൾട്ടേജിൻ്റെ വേവ് ഫോം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് വോൾട്ടേജ് വേവ് ഫോം വരച്ച് ഒരു പൈ ബൈ 2 റേഡിയൻസും കൂടെ കഴിയുമ്പോൾ മാത്രമേ കറണ്ടിൻ്റെ വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതായത് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇൻഡക്ടറിലൂടെയുള്ള കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യില്ല. ചെറിയൊരു ടൈം ഡിഫറൻസ് വരും. ആ ഒരു ടൈം ഡിഫറൻസ് അല്ലെങ്കിൽ ആംഗിൾ ഡിഫറൻസിനെയാണ് നമ്മൾ ഫേസ് ആംഗിൾ ഡിഫറൻസ് എന്ന് പറയുക. മൈനസ് വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഒരു മൈനസ് സൈൻ ആണല്ലോ, മൈനസ് വന്നു കഴിഞ്ഞാൽ ലാഗിങ് എന്നാണ് അർത്ഥം. അതായത് ഒരു ഡിലേ വരുന്നുണ്ടെന്ന് അർത്ഥം. മൈനസ് സൈൻ റെപ്രസെൻറ്റ്സ് ലാഗ്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? What is the conclusion of current flowing through an inductor? Current flowing through an inductor lags. ഈ ടേം ഇമ്പോർട്ടൻ്റ് ആണ്, ലാഗ്സ്. ലാഗ് എന്ന് പറഞ്ഞാൽ ഡിലേ വരും എന്നാണ് അർത്ഥം. ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ്. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ എത്രയാണ്? ബൈ 90 ഡിഗ്രി ഓർ പൈ ബൈ 2 റേഡിയൻസ്. കറണ്ട് വോൾട്ടേജിനെ 90 ഡിഗ്രി അല്ലെങ്കിൽ പൈ ബൈ 2 റേഡിയൻസ് വെച്ചിട്ട് ലാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കണം? വെക്റ്റർ ഡയഗ്രാം അല്ലെങ്കിൽ ഫേസർ ഡയഗ്രാമും വേവ് ഫോമും വരയ്ക്കണം. നമുക്ക് ആദ്യം വേവ് ഫോം വരയ്ക്കാം. നമ്മൾ വേവ് ഫോം വരയ്ക്കാനാണ് ആദ്യം പഠിച്ചത്. വേവ് ഫോം വരയ്ക്കുമ്പോൾ എന്താണ് വരയ്ക്കുന്നത്? ആദ്യം നമ്മൾ വോൾട്ടേജും കറണ്ടും ഇത് രണ്ടുമാണ് വരയ്ക്കേണ്ടത്. വോൾട്ടേജ് ആൻഡ് കറണ്ട്, വിയും ഐയും ആണ് വരയ്ക്കേണ്ടത്. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താ? വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അപ്പോൾ നമ്മൾ നോർമൽ ഒറിജിനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വോൾട്ടേജ് വരയ്ക്കുക. ഇതാണ് വോൾട്ടേജ്. വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഈ വോൾട്ടേജ് വരച്ചു. ഇത് എത്രയാണ്? ഇത് 0 ഡിഗ്രി ആണ്. ഇത് മാക്സിമം വരുന്ന പോയിൻ്റാണ് പൈ ബൈ 2 റേഡിയൻസ് ഓർ 90 ഡിഗ്രി. ഇത് പൈ റേഡിയൻസ് ഓർ 180 ഡിഗ്രി. ഇത് 2 പൈ റേഡിയൻസ് ഓർ 360 ഡിഗ്രി.
ഇങ്ങനെയാണ് നമ്മൾ വേവ് ഫോം വരയ്ക്കുന്നത്. ഇത് വരച്ചു. ഇനി നമ്മൾ എവിടെയാണ് കറണ്ട് വരയ്ക്കേണ്ടത്? I = Im sin ωt - π/2. എവിടെയാണോ നമ്മൾ വോൾട്ടേജ് വരച്ചത് അതിനേക്കാളും π/2 റേഡിയൻസ് ലാഗ് ചെയ്ത്, അതായത് അത് കഴിഞ്ഞിട്ട് വേണം I വരയ്ക്കാൻ. അപ്പോൾ I നമ്മൾ എവിടെ വരയ്ക്കണം? π/2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വേണം നമ്മൾ കറണ്ട് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും കുറവായിരിക്കും. ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ വരയ്ക്കും. ഇതാണ് നമ്മളെ കറണ്ടിൻ്റെ വേവ് ഫോം. ഇതാണ് I. സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? π/2. ഇത് നമുക്ക് വേണമെങ്കിൽ ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പുറകിലോട്ട് പോവാം, അങ്ങനെ പോവാം. ഇതാണ് കറണ്ട് വേവ് ഫോം. ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഫേസർ ഡയഗ്രാം വരയ്ക്കുക? നമ്മൾ വോൾട്ടേജിനെ വേർട്ടിക്കൽ ലൈനായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ, ഇത് വോൾട്ടേജ് ആണെങ്കിൽ കറണ്ട് എവിടെ വരയ്ക്കണം? വോൾട്ടേജ് കഴിഞ്ഞ് 90 ഡിഗ്രി കഴിയുമ്പോഴാണ് കറണ്ട് വരുന്നത്. അപ്പോൾ കറണ്ട് ഇവിടെ വരയ്ക്കണം. ഇതാണ് കറണ്ട്. ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? വോൾട്ടേജിനെ നമ്മൾ വോൾട്ടേജിനെ നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ, ഇത് വോൾട്ടേജ് ആണെങ്കിൽ ഇത് കഴിഞ്ഞ് 90 ഡിഗ്രി, അപ്പോൾ താഴേക്ക് വരും. ഇങ്ങനെയും വരയ്ക്കാം. ഇത് രണ്ടും ശരിയാണ്. എവിടെയാണോ നമ്മൾ വോൾട്ടേജ് വരച്ചത് അത് കഴിഞ്ഞ് 90 ഡിഗ്രി കഴിയുമ്പോൾ കറണ്ട് വരയ്ക്കുക. ഇതാണ് വോൾട്ടേജും കറണ്ടിൻ്റെയും വെക്റ്റർ ഡയഗ്രാം അല്ലെങ്കിൽ ഫേസർ ഡയഗ്രാം. ഇനി നമ്മൾ പവറും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ആവറേജ് പവർ = 0 എന്നാണ് കിട്ടുക. അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, അത്രയും മനസ്സിലാക്കിയാൽ മതി. ആവറേജ് പവർ ഇൻ എ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് = 0. ആവറേജ് പവർ = 0.